ലോകകപ്പിന്റെ റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത സ്പെയിൻ. മിക്കൽ ഒയർസബാൽ ഇരട്ട ഗോളുകളാണ് സ്പെയിനെ വിജയത്തിലേക്ക് എത്തിച്ചത്. മത്സരത്തെക്കുറിച്ച് പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ച് സുബിൻ പാവൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. റൗണ്ട് ഓഫ് 32-ലെ മറ്റൊരു മത്സരം ഓസ്ട്രിയ വേഴ്സസ് സ്പെയിൻ. മത്സരത്തിൽ 3-0 സ്പെയിൻ വിജയിച്ചത്. മത്സരം പൂർണ്ണ നിയന്ത്രണത്തിൽ സ്പെയിനിന്റെ കയ്യിൽ തന്നെയായിരുന്നു. മത്സരം പൂർണ്ണമായി പൊസഷൻ കീപ്പ് ചെയ്ത് അറ്റാക്കിംഗ് പ്ലേ കളിച്ച് അങ്ങനെ മനോഹരമായ 3 ഗോളുകൾ നേടി സ്പെയിൻ വിജയിക്കുകയായിരുന്നു. മത്സരത്തിലേക്ക് വന്നാൽ മത്സരത്തിന്റെ ഫസ്റ്റ് ഹാഫിലായിരുന്നു ആദ്യ ഗോൾ പിറന്നത്. മത്സരത്തിൽ ആദ്യം തന്നെ ഫസ്റ്റ് ഹാഫിൽ മുതൽ തന്നെ ആക്രമിച്ചു കളിക്കുന്ന സ്പെയിനിനെ മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വലത് വിങ്ങിലൂടെ ലാമിൻ യമാലിന്റെ ഒരുപാട് മുന്നേറ്റങ്ങൾ ബോക്സിലേക്ക് നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഓൾമോ, അലക്സ് ബെയാന എന്നിവരുടെ മുന്നേറ്റങ്ങളും ആദ്യ ഹാഫിൽ തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. മറുവശത്ത് ഗ്രിഗോറിച്ച്, സബീഷ്, വാർണർ, ഷെഗ്ലർ എന്നിവരുമായി അടങ്ങിയ ഓസ്ട്രിയൻ നിരക്ക് ഒരു തരത്തിലുമുള്ള ഒരു അറ്റാക്കിംഗ് ഫുട്ബോളോ അതുപോലെ ഒരു പരിധിവരെ ഡിഫെൻഡ് ചെയ്തവർ നിന്നെങ്കിലും ഡാൻസോയും അലബയും ഒക്കെ ഒരു പരിധിവരെ ഡിഫൻസ് ചെയ്ത് നിന്നെങ്കിലും സ്പെയിനിന്റെ ആക്രമണങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു. മത്സരത്തിന് 36-ാം മിനിറ്റിലായിരുന്നു ആദ്യ ഗോൾ പിറന്നത്. ഇടത് ലെഫ്റ്റ് വിങ് ബാക്കായ കുക്കറേലയുടെ ഒരു പാസിൽ. കുക്കറേല ഈ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതായിരുന്നു. കുക്കറേല 2 അസിസ്റ്റുകളാണ് ഈ മത്സരത്തിൽ നേടിയത്. അങ്ങനെ 36-ാം മിനിറ്റിൽ കുക്കറേല ഇടതുവശത്തു കൂടി നടത്തിയ ഒരു മുന്നേറ്റം, ഒരു പാസിലൂടെ സൂപ്പർ താരം, ഇന്നത്തെ മത്സരത്തിലെ 2 ഗോളുകൾ അടിച്ച് സൂപ്പർ താരമായി മാറിയ ഒയാർസബാൽ അദ്ദേഹത്തിന്റെ ഒരു ക്ലിനിക്കൽ ഫിനിഷിങ്ങിലൂടെ ആദ്യ ഗോൾ കണ്ടെത്തുകയും ചെയ്തു. കുക്കറേല നൽകിയ പാസ് ഇടത് ഫൂട്ട് കൊണ്ട് അദ്ദേഹം ഒരു പ്ലേസിംഗ് എന്ന രൂപത്തിലുള്ള ഒരു ക്ലിനിക്കൽ ഫിനിഷിങ്ങിലൂടെ അങ്ങനെ ഗോളാക്കി മാറ്റുകയും ചെയ്തു. ആദ്യ പകുതി 1-0 അവസാനിക്കുകയും ചെയ്തു. രണ്ടാം പകുതിയിലേക്ക് വന്നാലും രണ്ടാം പകുതിയിലും ലാമിൻ യമാലിന്റെ ഒക്കെ മുന്നേറ്റം, ഒരു വശത്ത് വലത് വിങ്ങിലൂടെ ലാമിൻ യമാൽ, അതുപോലെ തന്നെ ഡിഫെൻസീവ് മിൽഡായി കളിച്ച റോഡ്രിയുടെ പ്രകടനം, അതുപോലെ തന്നെ പേഡ്രി, ഓൾമോ, മറുവശത്ത് ഇടത് വിങ്ങിലൂടെയുള്ള കുക്കറേല, അലക്സ് ബിയാന എന്നിവരുടെ മുന്നേറ്റമൊക്കെ കണ്ട ഒരു മത്സരമായിരുന്നു. അലക്സ് ബിയാന ഒരു അതിമനോഹരമായ ഫ്രീ കിക്ക് എടുത്തിരുന്നു. അത് എക്ടിനാട് ബോക്സിന്റെ പുറത്തുനിന്ന് അദ്ദേഹം എടുത്തൊരു മനോഹരമായ വലങ്കാല് കൊണ്ടുള്ള ഒരു മനോഹരമായ ഫ്രീ കിക്ക് ബാറിൽ തട്ടി പോകുന്ന ഒരു കാഴ്ചയും കണ്ടു. അതുപോലെ തന്നെ ലാമിൻ യമാൽ ഗോളെന്നുറപ്പിച്ച ഒരു ഷോട്ട് ഓസ്ട്രിയയുടെ ഡിഫൻസീവ് താരം അലബ ഒരു ഗോൾ ലൈൻ സേവിലൂടെ രക്ഷപ്പെടുത്തുന്ന കാഴ്ചയും കണ്ടു. അങ്ങനെ മത്സരത്തിന്റെ 66-ാം മിനിറ്റിൽ 2ാം ഗോൾ പിറന്നു. ഡിഫൻസീവ് താരം പെദ്രോ പോറോ നടത്തിയ ഒരു അതിമനോഹരമായ ഒരു ഹെഡറിലൂടെ ആയിരുന്നു 2ാം ഗോൾ പിറന്നത്. അതിന് വഴിയൊരുക്കിയതാവട്ടെ മുന്നേറ്റ താരം അലക്സ് ബേനയുടെ ഒരു അതിമനോഹരമായ ക്രോസ് തന്നെ എന്ന് പറയുന്നത്. ഗോളുകൾ വഴങ്ങിയിട്ടും തിരിച്ചടിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഓസ്ട്രിയൻ പ്ലേയേഴ്സിനിൽ കാണാനേ സാധിച്ചില്ല. കാരണം അവർ 5 ഷോട്ടുകൾ മാത്രമാണ് ഈ മത്സരത്തിൽ ഉടനീളം എടുത്തത്. അതിൽ ഒന്നുപോലും അവർക്ക് ഓൺ ടാർഗറ്റിലേക്ക് എത്തിക്കാനും കഴിഞ്ഞില്ല. അങ്ങനെ 86-ാം മിനിറ്റിൽ വീണ്ടും 3ാം ഗോൾ പിറന്നു. ഗോൾ അടിച്ചത് ഒയാർസബാലായിരുന്നു. 3ാം ഗോൾ അടിച്ചത് അദ്ദേഹത്തിന്റെ 2ാം ഗോളും പിറന്നു, മത്സരത്തിന്റെ 3ാം ഗോളും. അങ്ങനെ ഒയാർസബാലിന് ഗോളിന് വഴിയൊരുക്കിയത് കുക്കറേല തന്നെയായിരുന്നു. അങ്ങനെ കുക്കറേലയുടെ 2ാം അസിസ്റ്റുമായി അദ്ദേഹം നൽകിയൊരു മനോഹരമായ പന്ത്, ബോക്സിനകത്തേക്ക് അദ്ദേഹം നൽകിയൊരു മനോഹരമായ പന്ത് ഇപ്രാവശ്യം ഒയാർസബാൽ വലങ്കാല് കൊണ്ട് ആദ്യ ഗോളിനെ അനുസ്മരിക്കുന്ന വിധം വലങ്കാല് കൊണ്ട് ഒരു പ്ലേസിംഗ് ഷോട്ടിലൂടെ ഗോൾ കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ 3-0 സ്പെയിൻ ഒരു വൻ വിജയം കരസ്ഥമാക്കി. 2010 ശേഷം നോക്കൌട്ട് റൗണ്ടിലെ ഒരു വിജയം അവർ സ്വന്തമാക്കി. 2010 ശേഷം ഇതുവരെ നോക്കൌട്ട് റൗണ്ടിൽ ജയിക്കാൻ പറ്റിയില്ല. അങ്ങനെ 2026 വേൾഡ് കപ്പിൽ നോക്കൌട്ട് റൗണ്ട് കടമ്പയും അങ്ങനെ സ്പെയിൻ കടന്നിരിക്കുന്നു. റൗണ്ട് ഓഫ് 32 സ്പെയിൻ വിജയിച്ചിരിക്കുന്നു.